കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ കത്തിന് രാജ്ഭവൻ മറുപടി നൽകും. ചടങ്ങ് ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഈ പരിപാടി തീരും മുമ്പ് ഇറങ്ങിപ്പോയത് ഗവർണറെ അവഹേളിച്ചതിന് തുല്യമാണെന്ന നിലപാടിൽ തന്നെയാണല്ലോ രാജ്ഭവൻ. ഇനി എന്തായിരിക്കും അടുത്ത നടപടി? രാജ്ഭവൻ ഈ വിഷയം വിടാൻ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ശിവൻകുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ടുള്ള മറുപടി നൽകിയിരുന്നു. അത് പ്രോട്ടോകോൾ ലംഘനമല്ല എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ നിലപാട്. എന്തായാലും ആ നിലപാട് ഇപ്പോൾ തള്ളിക്കൊണ്ട് രാജ്ഭവനും വീണ്ടും വിശദീകരണം തേടും. രാജ്ഭവന്റെ നിലപാട് ഇപ്പോൾ നടന്നത് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. ഈ പരിപാടി നിശ്ചയിക്കുകയും പരിപാടി പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രി വി ശിവൻകുട്ടി പരിപാടിയിൽ നിന്ന് പോയത് ഗവർണർ പങ്കെടുക്കുമ്പോൾ ഒരു പ്രോട്ടോകോൾ, സ്വാഭാവികമായ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. ആ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഇത് കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനിൽ നിന്ന് സർക്കാരിന് വീണ്ടും കത്ത് നൽകും. എന്തായാലും സർക്കാർ ഗവർണർ പോര് അത് മറ്റൊരു തലത്തിലേക്ക് കൂടി മാറുകയാണ്. വീണ്ടും ഒരു പരസ്പരം ഒരു തർക്കത്തിലേക്ക്, ഒരു കത്തിടപാടുകൾ തന്നെ ഒരു തർക്കത്തിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രാജ്ഭവന് നൽകിയ കത്തിൽ, മറുപടി കത്തിൽ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു രീതിയിലുമുള്ള പ്രോട്ടോകോൾ ലംഘനമല്ല നടത്തിയത്. ഇത്തരത്തിൽ ഈ ചിഹ്നങ്ങൾ സർക്കാർ നിശ്ചയിക്കാത്ത, ഭരണഘടനയിൽ നിശ്ചയിക്കാത്ത ചിഹ്നങ്ങളും ഫോട്ടോകളും ഉപയോഗിച്ചത് കൊണ്ടാണ് അത്തരത്തിൽ വി ശിവൻകുട്ടി മന്ത്രി ഇറങ്ങിപ്പോയത്. അതിലൊരു പ്രോട്ടോകോൾ ലംഘനമില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. എന്തായാലും ആ നിലപാട് ഇപ്പോൾ രാജ്ഭവൻ തള്ളുകയാണ്. രാജ്ഭവൻ ഇതിൽ വിശദീകരണം തേടും. രാജ്ഭവൻ വീണ്ടും കത്തയച്ച് സർക്കാരിനോട് വിശദീകരണം തേടും. എന്തായാലും ഈ സർക്കാർ ഗവർണർ പോര് അത് മറ്റൊരു തലത്തിലേക്ക് മാറുമ്പോഴും യൂണിവേഴ്സിറ്റി തലത്തിൽ, യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറും വി സിയും തമ്മിലുള്ള തർക്കവും രൂക്ഷമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം വി സിക്ക് രജിസ്ട്രാർ ആദ്യം ഒരു മറുപടി നൽകി. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതിന്റെ കാരണം ചോദിച്ചുകൊണ്ടായിരുന്നു ഒരു വിശദീകരണ റിപ്പോർട്ട് നൽകാൻ വി സി ആവശ്യപ്പെട്ടത്. ആ വി സിക്ക് ആദ്യം രജിസ്ട്രാർ ഒരു മറുപടി നൽകിയെങ്കിൽ ആ മറുപടിയിൽ കൂടുതൽ വിശദീകരണം ചോദിച്ച് വീണ്ടും വി സി രജിസ്ട്രാറോട് കത്ത് നൽകി. എന്തായാലും ആ കത്തിനും ഇപ്പോൾ രജിസ്ട്രാർ മറുപടി നൽകിയിരിക്കുന്നു. ഈ പരിപാടി റദ്ദാക്കാൻ, അതായത് ഭാരതാംബയുടെ ചിത്രം വെച്ച യൂണിവേഴ്സിറ്റിയിലെ പരിപാടി റദ്ദാക്കാൻ കാരണം PROയുടെ റിപ്പോർട്ടാണ്. PRO പറഞ്ഞത് പ്രകാരമാണ്, PROയുടെ റിപ്പോർട്ട് പ്രകാരം ഈ കരാർ വ്യവസ്ഥകൾ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അനുവദിച്ചു നൽകിയ പരിപാടി അനുവദിച്ചു നൽകുമ്പോൾ ഉണ്ടാകുന്ന കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പ്രകാരമാണ് താൻ നടപടിയെടുത്തതെന്നാണ് രജിസ്ട്രാർ ഇപ്പോൾ രണ്ടാമതും മറുപടി നൽകിയിരിക്കുന്നത്. വി ശിവൻകുട്ടിയുടേത് പ്രോട്ടോകോൾ ലംഘനമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ. മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടി നൽകും. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.